ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ ഫാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ കാർഡും 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിക്കുന്ന വീടിനെയും കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു മൈ ചാനൽ സൂപ്പർ ഫാക്സ് മലയാളം. ത്രീ ഡി പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിച്ച കാർഡിനെയും വീടിനെയും കുറിച്ച് പറയും മുമ്പ് നമുക്കാദ്യം 3D പ്രിൻറ്റിംഗ് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് രൂപം കൊടുത്ത് ഏത് വസ്തുവും പ്രിൻ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സാങ്കേതികവിദ്യയാണ് 3D പ്രിൻറ്റിംഗ്. അമേരിക്കക്കാരനായ ചക്ക് ഹൾ എന്നയാളാണ് 3D പ്രിൻറ്റിങ്ങിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച സീരിയോലിത്തോഗ്രാഫി എന്ന സാങ്കേതികവിദ്യയാണ് ഇന്ന് കാണുന്ന 3D പ്രിൻറ്റിങ്ങിന് തുടക്കമിട്ടത്. വസ്തുക്കൾ 3D പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരാവയവങ്ങളും 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിക്കാനാവും. 1996 ടെക്സാസിലെ വിൽഫോർഡ് മെഡിക്കൽ സെൻ്ററിലാണ് ഈ സംഭവം. ഇരട്ടക്കുട്ടികളെ വേർതിരിച്ചെടുക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ മുറിച്ചു മാറ്റേണ്ടി വന്ന അസ്ഥിയുടെ മാതൃക 3D പ്രിൻ്ററിലൂടെ സൃഷ്ടിച്ചെടുത്തു. അത് വിജയകരമായി കുട്ടിയുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ പല ശരീരാവയവങ്ങളും കൃത്രിമമായി ഇങ്ങനെ നിർമ്മിച്ചെടുക്കാൻ കഴിയും. ഇനി 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിക്കുന്ന വീടിൻ്റെ കാര്യം നമുക്ക് നോക്കാം. 3D പ്രിൻറ്റിംഗ് വീട് വന്നതോടുകൂടി വീട് നിർമ്മാണ മേഖലയിൽ വമ്പിച്ച മാറ്റം വരാൻ പോവുകയാണ്. ലോകത്താകമാനം ഏകദേശം 120 കോടി ആളുകൾക്കും സ്വന്തമായി വീടില്ല. ഇവർക്ക് വീടൊരുക്കാൻ വഴി തേടുന്ന രാജ്യങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷയാവുകയാണ് 3D പ്രിൻ്റർ വീടുകൾ. ദ വൾക്കൻ എന്നാണ് ഈ 3D പ്രിൻ്ററിന് നൽകിയിരിക്കുന്ന പേര്. വെറും 24 മണിക്കൂറാണ് ഒരു വീട് നിർമ്മിക്കാൻ ഇതിന് ആവശ്യമായി വരുന്ന സമയം. വീടിൻ്റെ രൂപത്തിനനുസരിച്ച് സ്വതന്ത്രമായി ചലിക്കുന്ന പ്രിൻ്ററിൻ്റെ നോസിലൂടെ ആവശ്യമുള്ളത്ര മാത്രം കോൺക്രീറ്റ് ഒഴുകിപ്പോരുന്നു. അതുടച്ച് വീടായി മാറുന്നു. ഐക്കൺ എന്നാണ് ഇത് നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയുടെ പേര്. തെക്കേ അമേരിക്കൻ രാജ്യമായ എൽ സാൽവദോറിൽ നിന്ന് 100 3D പ്രിൻ്റർ വീടുകൾ നിർമ്മിക്കാനാണ് ഐക്കൺ കമ്പനിക്ക് ഓർഡർ ലഭിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ വീടിന് $1 ലക്ഷം ചെലവായെങ്കിലും ഇനി ഉണ്ടാക്കുന്ന വീടുകൾക്ക് ചെലവ് കുറയും എന്നാണ് കമ്പനി പറയുന്നത്. ടെക്സാസിൽ നടന്ന ഒരു ഫെസ്റ്റിവലിനാണ് ഐക്കൺ കമ്പനി ഈ വീട് പ്രദർശിപ്പിച്ചത്. 650 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വീടാണിത്. സ്വീകരണമുറി, കിടപ്പുമുറി, കുളിമുറി, അടുക്കള, പോർച്ച് എന്നിവയുമുള്ള ഒരു മാതൃക വീടാണിത്. 800 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ വരെ ഈ പ്രിൻ്റർ ഉപയോഗിച്ച് നിർമ്മിക്കാം. കൽപ്പണിക്കാരോ മരപ്പണിക്കാരോ തേപ്പുകാരോ ഒന്നും വേണ്ട. ലോകത്തെവിടെയും എളുപ്പത്തിൽ ഈ 3D പ്രിൻ്ററിന് വീട് നിർമ്മിക്കാനാവും. 3D പ്രിൻറ്റിംഗ് വീടിനെ പറ്റി കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ കാറിനെ പറ്റി പരിചയപ്പെടാം. ലോകത്താദ്യമായി 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിച്ച സൂപ്പർ കാറാണ് ഡൈവർജൻ്റ് ബ്ലേഡ്. 2 ഡോറുകളുള്ള ഒരു സ്പോർട്സ് കാറാണിത്. ഡൈവർജൻ്റ് ടെക്നോളജീസ് കമ്പനിക്ക് വേണ്ടി കെവിൻ സിംഗർ എന്ന എഞ്ചിനീയറാണ് ഇത് ഡിസൈൻ ചെയ്തത്. എല്ലാം കമ്പ്യൂട്ടർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ രംഗത്ത് അധികം പ്രാവീണ്യമില്ലാത്ത ഒരാൾക്ക് പോലും മിനിറ്റുകൾ കൊണ്ട് ഈ ഡൈവർജൻ്റ് ബ്ലേഡ് പോലത്തെ സൂപ്പർ കാർ ഉണ്ടാക്കാം. കൃത്യമായ അളവിൽ ആവശ്യമുള്ളത്ര മാത്രം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് 3D പ്രിൻറ്റിംഗ് കാർഡുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടു തന്നെ അധികമായി ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ വേസ്റ്റും ഉണ്ടാകുന്നില്ല. വായുമലിനീകരണം ഉണ്ടാകാത്ത രീതിയിലാണ് ഡൈവർജൻ്റ് ബ്ലേഡ് സൂപ്പർ കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റു കാറുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ നിർമ്മാണ ചെലവും വളരെ കുറവാണ്. ഇതിൻ്റെ കനം എന്ന് പറയുന്നത് വെറും 635 കിലോയാണ്. തീർത്തും ഭാരം കുറഞ്ഞതും അതിവേഗത്തിൽ ഓടാൻ കഴിവുള്ളതുമായ കാറാണ് ഡൈവർജൻ്റ് സൂപ്പർ കാർ. അപ്പോൾ 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ചും 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിക്കുന്ന വീടിനെയും കാറിനെയും പറ്റി നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.